ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ടെന്ന റിമാൻഡ് റിപ്പോർട്ട്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ട് എന്നതാണ് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ശബരിമല മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നത്. കാരണം ഇത്തരത്തിൽ ദേവസ്വം കമ്മീഷണർ റെജിലാലിൻ്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ PS പ്രശാന്ത് ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. റെജിലാലിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുവാനുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്കത് കൈമാറാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് PS പ്രശാന്ത് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ റെജിലാലിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണ്ണപ്പാളികൾ കൈമാറുകയായിരുന്നു. അതിനായി നീക്കം നടത്തി എന്നുള്ള ഒരു വ്യക്തമായ ആരോപണമാണ് ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ പരമ്പരാഗത രീതിയിൽ തന്നെ സ്വർണം പൂശണമെന്ന കാര്യവും റിജിലാൽ ഈ ആദ്യം നൽകിയ റിപ്പോർട്ടിൽ, സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളെയൊക്കെ തന്നെ അട്ടിമറിക്കാനായിട്ട് PS പ്രശാന്ത് മുൻകൈ എടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. കൂടാതെ തന്നെ 2020 മുതൽ 2025 വരെയുള്ള ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ അവരുടെ ഇടപെടലുകൾ വ്യക്തമായി അന്വേഷിക്കണം എന്ന ഒരു ആവശ്യവും കൂടി ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിജാലിൻ്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന് അനധികൃതമായി ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുകയായിരുന്നു. യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ബെല്ലാരിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും റെജിലാലും തമ്മിലൊരു അനധികൃത ഒരു കരാർ ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് മറ്റ് കരാറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഈ 12 പാളികളാണ് ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്നത്. അതിൽ നിന്ന് 4 പാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം ഇവർ അനധികൃതമായി മാറ്റിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിൽ PS പ്രശാന്തിൻ്റെ പങ്ക് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, ഈ PS പ്രശാന്തിന് വ്യക്തമായ പങ്കുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദീപ്തി, ശരി. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തെളിവുണ്ട് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യാജരേഖയും വ്യാജ കരാറും തയ്യാറാക്കി സ്വർണം വേർതിരിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിയിൽ അജിത് കുമാറിന് എതിരെയുള്ള തുടരന്വേഷണത്തിനായി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയേക്കും. DGP യോഗേഷ് ഗുപ്തയെ ചുമതലപ്പെടുത്തിയേക്കും എന്നതാണ് വിവരം. അതേസമയം സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടികൾക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതായി സൂചനയുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് ഈ അജിത് കുമാറിനെതിരെയുള്ള തുടരന്വേഷണത്തിന് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. യോഗേഷ് ഗുപ്തയാണ് ചുമതലപ്പെടുത്തുക എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ആണ് ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരെ സംരക്ഷിക്കുന്നതിനായി ADGP, അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ കേസ് ഡയറി അടക്കം തിരുത്തി എന്നുള്ള കേസിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് SIT റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചിരുന്നു. DGP സമർപ്പിച്ച റിപ്പോർട്ട് DGP പിന്നീട് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നു. ആഭ്യന്തര വകുപ്പിന് കൈമാറിയ സാഹചര്യത്തിൽ ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ DGP കൈമാറിയ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ SITയുടെ കണ്ടെത്തലുകൾ ശരിവെച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ സസ്പെൻഷൻ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നാണ് ആ സസ്പെൻഷൻ നടപടിക്കുള്ള രേഖകൾ അല്ലെങ്കിൽ ആ ഉത്തരവ് ഇന്നാണ് പുറത്തിറങ്ങുക. അതുകൂടാതെ തന്നെ DGP തലത്തിലുള്ള ഒരു അന്വേഷണവും ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ലോകേഷ് ഗുപ്തയ്ക്കാണ് ഈ അന്വേഷണത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് SIT
ചൂണ്ടിക്കാട്ടി 2 തവണയും റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് DGP വിശദീകരണം തേടിയിരുന്നു. അജിത് കുമാർ വിശദീകരണം നൽകിയിരുന്നു. കൂടുതൽ വിശദീകരണത്തിന് ഇത്തരത്തിൽ സമയം ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും സമയം നൽകാതെ ഈ ആദ്യം നൽകിയ വിശദീകരണത്തിന്മേൽ ഇത്തരത്തിൽ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറുന്നു. ആഭ്യന്തര മന്ത്രിക്ക് കൈമാറിയ ശേഷം ഈ റിപ്പോർട്ട് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത്. ഈ നടപടിക്കെതിരെ ഇപ്പോൾ ADGP MR അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഈ തീരുമാനം, ഈ സസ്പെൻഷൻ നടപടി ADGP തലത്തിലേക്ക് പരിഗണിക്കാനിരിക്കുന്ന വേളയിലാണ്. അതിനെ പ്രതികൂലമായി ബാധിക്കും എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി മുൻനിർത്തിയായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ നിയമ നടപടിയിലേക്ക് കടക്കുക. ആഭ്യന്തര വകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു. ഈ SIT റിപ്പോർട്ടിന്മേൽ പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ നിയമ പോരാട്ടങ്ങളിലേക്ക് ഇത് കടക്കുകയാണ്. അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അത് മുൻകരുതി കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപടി എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ADGPക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടി കൂടി എടുത്തിരിക്കുന്നത്. ഇത് ഈ നിയമപരമായി മുന്നോട്ട് പോയാൽ അജിത് കുമാറിന് ഇത് എത്രമാത്രം ഇതിൽ വിജയിക്കാൻ സാധിക്കുമെന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ DGP തലത്തിലേക്ക് പരിഗണിക്കാനിരിക്കുന്ന വേളയിൽ ഈ സസ്പെൻഷൻ നടപടി അതിനെ പ്രതികൂലമായി ബാധിക്കും. അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ADGP കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുക. ശരി, എന്തായാലും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ അജിത് കുമാറിനെതിരെയുള്ള തുടരന്വേഷണത്തിനായി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. DGP യോഗേഷ് ഗുപ്തയെ ചുമതലപ്പെടുത്തിയേക്കും എന്നതാണ് വിവരം. അതേസമയം സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊപ്പം കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഇന്നലെയാണ് കേസിൽ വീണ്ടും റാമിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് പുതിയ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് കോടതി വീണ്ടും അനുമതി നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി. കോടതിയിൽ ഹാജരാക്കിയ റാമിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സഹപാഠികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ പിടിയിലായ MBBS വിദ്യാർത്ഥി ഏബൽ അഗസ്റ്റിനെതിരെ 5 FIR രജിസ്റ്റർ ചെയ്തു. കൂടുതൽ വിദ്യാർത്ഥിനികൾ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. ഏബലിന് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന്റെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സഹപാഠികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പരാതികൾ ലഭിച്ചിട്ടും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഏബൽ അഗസ്റ്റിന് ജാമ്യം ലഭിച്ചിരുന്നു. ഡൽഹി ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന CJPയുമായി വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഉച്ചയ്ക്ക് 12:30 ചർച്ച നടക്കും എന്നതാണ് റിപ്പോർട്ടുകൾ. അതേസമയം 26 ദിവസം നീണ്ട നിരാഹാര സമരം പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അവസാനിപ്പിച്ചു. മന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായും സോനം വാങ്ചുക് പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദിറിൽ നടത്തുന്ന സമരം തുടരുകയാണ്. മന്ത്രി രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് CJP നിലപാട്. വിസ്മയ പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും 12:30 CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ചർച്ചയുണ്ടാകും എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
ദീപ്തി, കോക്രോച്ച് ജനതാ പാർട്ടിയുമായി വീണ്ടും ഒരു ചർച്ചയ്ക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. മുന്നേ ഒരു ചർച്ചയുണ്ടായിരുന്നു, ആ ചർച്ച പരാജയപ്പെട്ടു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. 12:30 ചർച്ചയുണ്ടാകുമെന്നാണ് ഒരു സൂചന ലഭിക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരിക്കും ഈ ഒരു ചർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും CJPയുടെ വക്താവായ സൗരവ് ദാസിനെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ. എന്തായാലും മുന്നേ ഈ JP നദ്ദയുമായുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ചർച്ച പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. തങ്ങളുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ്. ആ ആവശ്യം നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ആ ആവശ്യം നടക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞതോടുകൂടെ ആ ചർച്ച പരാജയപ്പെട്ടു. പിന്നീട് വീണ്ടും ജിതേന്ദ്ര സിംഗ്, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞിരുന്നു വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് JP നദ്ദയുടെ ഓഫീസിലോ അതോ വസതിയിലോ വെച്ച് ഈ ഒരു ചർച്ചയാകാമെന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ, അതായത് എവിടെ വെച്ചും വേണമെങ്കിലും ചർച്ച നടത്താമെന്നുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ ഈ CJP വക്താക്കൾ അതിന് മറുപടി നൽകിയത്, നമ്മൾ ആരുടെയും ഓഫീസിലേക്കോ അല്ലെങ്കിൽ വസതിയിലേക്കോ ഇല്ല, മറിച്ച് ജന്തർ മന്ദറിലാണ് പ്രതിഷേധം നടക്കുന്നത്, ആ ഒരു സ്ഥലത്ത് വെച്ച് ഇതുപോലെ ചർച്ച നടത്താമെന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ 12:30 ഈ ഒരു ചർച്ചയുണ്ടാവുക. ഈ ഒരു സമയത്ത് തന്നെ ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 17 മെട്രോ സ്റ്റേഷനുകളാണ് അവിടെ അടച്ചിട്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 7:30 കൂടെയാണ് ഈ ഒരു 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ അവിടെ തുടരുകയാണ്. അതേസമയം തന്നെ ഇന്ന് ഒരു ക്യാബിനറ്റ് ചേരും. ഈ ഒരു ക്യാബിനറ്റിലായിരിക്കും എന്തായാലും ഈ ഒരു തീരുമാനം, അതായത് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു അദ്ദേഹം ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു നടപടി, അതായത് കുറ്റക്കാർക്കെതിരെ ശിക്ഷ നൽകുമെന്നും അതുപോലെ തന്നെ പാർലമെൻറ്റിൽ എതിരെ ഒരു ബില്ല് അവതരിപ്പിക്കുമെന്നുള്ളൊരു കാര്യമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പറഞ്ഞതാണ് ഒരു ക്യാബിനറ്റ് ചേരും, ആ ഒരു ക്യാബിനറ്റിലായിരിക്കും ഇതുപോലെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ അടുത്ത ആഴ്ച ബില്ല് അവതരിപ്പിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം തന്നെ 26 ദിവസം നീണ്ടുനിന്ന ഈ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ 28 അദ്ദേഹം ഈ നിരാഹാര സമരം തുടങ്ങിയത്. ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധക്കാരുടെ കൂടെയാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരം അദ്ദേഹം തുടങ്ങിയത്. ജൂൺ 28 തുടങ്ങി 26 ദിവസം നീണ്ട ഈ ഒരു നിരാഹാര സമരമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗ് അടങ്ങിയ സംഘങ്ങൾ അവിടെ ആശുപത്രിയിലെത്തുകയും അവർ നൽകിയ വെള്ളം കുടിച്ചുമാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ സമൂഹ മാധ്യമത്തിൽ സോനം വാങ്ചുക് കുറിച്ചത് ഒരു 65 അംഗങ്ങൾ, അതായത് പാർലമെന്റ് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ 65 പാർലമെന്റ് അംഗങ്ങൾ ആശുപത്രിയിലെത്തുകയും അദ്ദേഹത്തിന് ഒരു അതൊരു ഒരു കത്തിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞതായാണ് സോനം വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു നിരാഹാര സമരം അവസാനിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു നിരാഹാര സമരം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അതായത് ശരീരഭാരം 11 കിലോയോളം കുറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു അഭിജിത് ദീപ്കെ, CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിമാർക്ക് ഒരു കത്ത് അയക്കുകയായിരുന്നു. അതായത് 3 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇതുപോലെ കേന്ദ്രമന്ത്രിമാർ ആശുപത്രിയിലെത്തുകയും അങ്ങനെ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്നുള്ളൊരു കാര്യം സോനം വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു നിരാഹാര സമരം തുടരുന്നതിനിടയിൽ തന്നെ ജൂൺ 18 അദ്ദേഹത്തിനെ, അതായത് ജന്തർ മന്ദറിലെ സമരവേദിയിലായിരുന്നു ആദ്യം നിരാഹാര സമരം ആരംഭിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ ഒരു പോലീസ് സംഘം അവിടെ എത്തുകയും അതുപോലെ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ അവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അതിൽ ഈ ഒരു ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതായിരുന്നു ഡൽഹി പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ CJPയുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും CJP. ശരി.
വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.